guys, welcome back to my channel. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോയാബീൻ കൊണ്ട് ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് സോയാബീൻ എന്ന് പറയുന്നത്. നമ്മൾ സ്കൂളിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ലഞ്ചിൻ്റെ കൂടെ മെയിനായിട്ട് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് സോയാബീൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു ഡിഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 15 മിനിറ്റ് തിളപ്പിച്ച വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു. എന്നിട്ട് സ്ക്യൂസ് ചെയ്തിട്ട് എടുത്താണ്. അപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡർ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മളിത് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഒരു അരമണിക്കൂർ നമ്മൾ ഇത് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ എത്രയും കൂടുതൽ വെക്കുന്നോ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഇതൊരു അരമണിക്കൂർ ഇനി എടുത്ത് വെക്കുകയാണ്. നമ്മൾ ഈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ കറി ലീവ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ 2 മീഡിയം സൈസായിട്ടുള്ള ഓനിയൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരണം. അപ്പോൾ നമുക്കിതിലേക്ക് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി സോയാബീൻക്ക് സോൾട്ട് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മളിപ്പോൾ സോൾട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ സോൾട്ട് കുറച്ച് ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ സോയാബീനും കൂടി ചേർത്തതിന് ശേഷം സോൾട്ട് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. നമ്മളിതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂണ് ജിഞ്ചറും ഒരു 1/2 ടീസ്പൂണ് ഗാർലിക് പേസ്റ്റും അങ്ങനെ 1 ടീസ്പൂൺ ആക്കിയിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്തത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ടൊമാറ്റോ ഒക്കെ കുക്കായി വരണം. അപ്പോൾ ഇത് ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് വെക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പിന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള സോയാബീനും കൂടെ ആഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിതിലേക്ക് മാഗി ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാഗി ക്യൂബിൻ്റെ 1/4 ഭാഗമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. ഈ ഒരു മാഗി ക്യൂബ് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇത് കുറച്ച് നേരം മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പൊന്നുണ്ടോ എന്ന്. എന്നിട്ട് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സോയാബീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.